السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, അതേപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയതായ മുതഅല്ലിം സുഹൃത്തുക്കളെ, എസ്പെരാൻസ 2024 ഈ ഒരു വേദിയിൽ ലിമിറ്റേഷൻസ് ആർ നോട്ട് ലിമിറ്റേഷൻസ് എന്ന വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ വിഷയം നമ്മോട് സൂചിപ്പിക്കുന്നത് നാം ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം നാം ഉദ്ദേശിച്ച കാര്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ഇംപോസിബിൾ, എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പുകൾ കാരണം, അല്ലെങ്കിൽ അലസതകൾ കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ് ഇറ്റ്സ് ഇംപോസിബിൾ. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും ഇംപോസിബിൾ എന്നുള്ളത് സത്യമല്ല. കാരണം അത് നമ്മെ പിടിച്ചു കെട്ടുന്നതായ ഒരു പച്ചക്കള്ളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു കൈവില്ലാത്തവനായിട്ട് സൃഷ്ടിക്കുന്നില്ല. തന്റെ അല്ലാഹു തആല നൽകിയതായ ആ കഴിവുകളെ ഒരിക്കലും ഉപയോഗിക്കുകയും പോലും ചെയ്യാതെ, അതേപോലെ തന്നെ ഉപയോഗിച്ച് ഒരിക്കൽ പരാജയപ്പെടുമ്പോഴേക്കും എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്നമനത്തിലേക്ക് എത്തിപ്പെടുന്നതിന് അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളിലേക്ക്, യഥാർത്ഥമായി നിശ്ചയമായി പറയുകയാണെങ്കിൽ പഠിതാക്കളായ നമ്മെ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് ഘടകങ്ങളിലേക്ക് എത്തിച്ചെല്ലേണ്ടവരാണ് നാം. ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണെങ്കിൽ, നാം ആദ്യം തോറ്റ് പോയെടുത്ത് തന്നെ പിന്മാറുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും വിജയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. ലൈഫിൽ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു പാതയുണ്ട്. വളരെ ദുർഘടം പിടിച്ചൊരു പാതയായിരിക്കും. പക്ഷെ ആ പാത നമ്മെ എത്തിച്ചെല്ലിക്കുക, ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ നാം എത്തുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഒരിക്കലും ആ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായ ചിന്തകൾ ഇല്ലെങ്കിൽ ആ പാതയിലൂടെ സഞ്ചരിക്കൽ വളരെ പ്രയാസമാണ്. കാരണം ആ പാതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ജനങ്ങൾ നമ്മളെ വീക്ഷിക്കുന്ന രീതികൾ മാറുകയും, അതേപോലെ തന്നെ സംടൈംസ് അവർ അകത്തിൽ വെച്ച് നമുക്കെതിരെ പ്രാർത്ഥിക്കുകയും ഉണ്ടാവും. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ നമുക്ക് സഹായിക്കുന്നവരും ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് കുത്തുവാക്കുകൾ നാം സഹിക്കേണ്ടതായി വരും. ആ സമയത്തൊന്നും നാം തോറ്റു പിന്മാറരുത് എന്നാണ് ഈ വിഷയം നമ്മോട് സൂചിപ്പിക്കുന്നുള്ളത്. കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഇപ്പോൾ നാം നോക്കുകയാണെങ്കിൽ, ഒരു തടിച്ചതായ ഒരു മനുഷ്യനെ കണ്ടാൽ ഇക്കാലത്ത് ജനങ്ങൾ പറയൽ അദ്ദേഹം ഒരുപാട് തീറ്റപ്പണ്ടാരിയാണ്. അതേപോലെ തന്നെ ഒരു മെലിഞ്ഞതായ ആളെ കാണുകയാണെങ്കിൽ ജനങ്ങൾ പറയും കാറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറയും. അതേ രീതിയിൽ
നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ഒരാളെ കണ്ടാൽ ജനങ്ങൾ പറയും അവൻ പട്ടിഷോയാണ്. അതേ രീതിയിൽ ഒരു കീർപ്പറഞ്ഞതായ വസ്ത്രം ലഭിച്ച് ധരിച്ചു വരികയാണെങ്കിൽ ഫക്കീറാണെന്നോ പാവപ്പെട്ടവനാണെന്നോ പറഞ്ഞ് പരിഹസിക്കും. രീതിയിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും നാം ആ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ. ആ പരിഹാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അതിജീവിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിൽ നാം തോറ്റുപോവുകയാണെങ്കിൽ അവിടെ വെച്ച് നാം ചിന്തിക്കേണ്ടത്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒന്ന് പറയുന്നുണ്ട്, ഒരു മത്സ്യത്തെ അതിൻ്റെ മരത്തിലേക്ക് കയറുന്നതായ എബിലിറ്റി കൊണ്ട് നാം ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ മത്സ്യം എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം വിഷമത്തോടെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവിതം വെറുതെ ആയിപ്പോകും. അതേപോലെ തന്നെ അതിന് മരത്തിൽ കയറാൻ സാധിക്കാത്തതിനോടൊപ്പം മറ്റു പല കഴിവുകളും അതിനിക്കുള്ളതാണ്. അതേ രീതിയിലാണ് മനുഷ്യന്റെ ജീവിതവും. നാം ഒരു വിഷയത്തിൽ തോറ്റുപോയിരിക്കും, പക്ഷേ മറ്റു പല വിഷയങ്ങളിലും നമുക്ക് കഴിവുണ്ടായിരിക്കും. ആ കഴിവുകളെയൊന്നും പരിശോധിച്ചു കൊണ്ട് നോക്കാതെ നാം പറയുന്ന വാക്കാണ് ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നുള്ളത്. ഈ രീതിയിൽ എല്ലാ വിഷയങ്ങളെയും നാം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നും ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നിട്ട് പറയുകയാണ്, എല്ലാ കഴിവുകളെയും തൻ്റെ കാൽക്കീഴിലാക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലേൺ ടു എംബാരസ് ദ റാൻഡംനെസ്, സാധാരണഗതിയെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കുക. ആ സമയത്താണ് നമുക്ക് ഒരു പോസിറ്റീവായ തിങ്കിങ് വരുന്നത്. പോസിറ്റീവായ തിങ്കിങ് വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കവിതയുടെ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രോബ്ലംസുകളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസുകൾ ഏറെയായിരിക്കും. അതേസമയത്ത് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടേയിരിക്കും. ഈ രീതിയിൽ മനുഷ്യൻ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനിക്ക് സാധിക്കുന്നതാണ്. ഇപ്പൊ നാം നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഓരോ സംഘടനകളിലുള്ളതായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാ സംഘടനകൾ നൽകുന്നതായ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അസമയത്ത് അവൻ ആ മനുഷ്യൻ ആ സംഘടനയെ എതിർത്തുകൊണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ആ സംഘടനയിൽ നിന്ന് പുറത്തായേക്കാം. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിനിമയം ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമില്ലാതിരിക്കാം. പക്ഷേ ഹിറ്റ്ലർ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒബേ ദ റൂൾ. ആ സംഘടന പറഞ്ഞതായ ആ റൂളിനെ അനുസരിക്കുക. എന്നിട്ട് അതിൽ തന്നെ ജീവിക്കുന്ന സമയത്ത് അവനിക്ക് സംഘടനയിൽ ഒരുപാട് ഉന്നമനത്തിലേക്ക് എത്താൻ സാധിക്കും. ആ ഉന്നമനത്തിൽ നിന്ന് അദ്ദേഹത്തിന് റൂൾ മാറ്റാനുള്ള സന്ദർഭം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശയത്തെ വിനിമയം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ എല്ലാത്തിനെയും പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉന്നമനത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.